വേദിയിലെ വിശിഷ്ട വ്യക്തികൾക്കും മാന്യ സദസ്സിനും വന്ദനം. ഞാൻ ഗോപിനാഥ്, വരവൂർ സ്വദേശിയാണ്. തൃശ്ശൂർ ജില്ലയുടെ ഏതാണ്ട് വടക്കേ അറ്റം, ഭാരതപ്പുഴയുടെ അടുത്തെത്താറായി. വരവൂർ, ദേശമംഗലം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചത് വരവൂർ സ്കൂളിൽ, അതുപോലെ തന്നെ വ്യാസ കോളേജ്, കേരളവർമ്മ കോളേജ്, പിന്നെ രാമകൃഷ്ണ മിഷൻ്റെ BEd കോളേജ്. അത് കഴിഞ്ഞ് 1983 CMS ഹൈസ്കൂളിൽ മാഷായി. BEd കഴിഞ്ഞ വർഷം തന്നെ മാഷായി ജോലി കിട്ടി. 22 വയസ്സിൽ. അന്ന് ചെറിയ പയ്യനായിരുന്നു. ഇപ്പോൾ CMS ഹൈസ്കൂളിൽ വരുമ്പോൾ തോറ്റ് പഠിച്ച് 3-4 കൊല്ലമൊക്കെ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് ഇറങ്ങിയിട്ടുള്ള യുവാക്കളാണ് ഭൂരിഭാഗവും. അപ്പോൾ നല്ലൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഒരു മാഷായിട്ട് വിജയിക്കാൻ വലിയ വിഷമമാണ് എന്നുള്ളൊരു തോന്നൽ. എന്നാലും ചെറുപ്പത്തിൽ തന്നെ ജോലി കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി പൊരുത് തന്നെ, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ ദേവസ്വം മാഷ് എന്ന് പറഞ്ഞ ഹെഡ് മാഷായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ മാഷായിട്ട് പരിചയപ്പെടുത്താണ്. നിങ്ങൾക്ക് പുതിയ മാഷ് വന്നിട്ടുണ്ട്, ഗോപിനാഥൻ എന്ന പേര്, മതിയായ യോഗ്യതകളെ കണ്ട്, സൈസ് കൊണ്ട് നിങ്ങളുടെ അത്ര തന്നെ ഉള്ളൂ എങ്കിലും. അപ്പോൾ പിള്ളേർ ആകെ ഒരു ആവേശത്തിൽ ഒരു ആരവം മുഴക്കി. അവരുടെ മനസ്സിലെന്തായിരുന്നു എനിക്കറിയാം. കാരണം ഈ മാഷ് ചെറുതല്ലേ, അപ്പോൾ ഈ ക്ലാസ്സിൽ നന്നായിട്ട് വിലസാം, ഉഴപ്പാം എന്നൊക്കെ ഒരു സ്വപ്നമാണ് അവർ അവിടെ മനസ്സുകൊണ്ട് പുറത്ത് പ്രകടിപ്പിച്ചത്. അതെനിക്കിതിരെ ആളായി. പക്ഷെ ക്രമേണ അപ്പോൾ ദേവസ്വം മാഷ എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഗോപി പേടിക്കൊന്നും വേണ്ട. എന്താ കാരണം വെച്ചാൽ കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെയാണ്. അവരെ കയ്യിലെടുക്കാവുന്ന രീതിയിലുള്ള തന്ത്രങ്ങളിലൂടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക. പഠിപ്പിക്കേണ്ട കാര്യം നല്ല തറവാക്കുക. ഒപ്പം തന്നെ അതിനോട് ചേർക്കാവുന്ന ചേരുവകളൊക്കെ ചേർത്താൽ അവർ അച്ചടക്കത്തിൽ ഇരുന്നോളും. അങ്ങനെയൊക്കെ ചെയ്താൽ മതി, വേറെ വിഷമമൊന്നുമില്ല. അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഞാൻ 9:00 കിടന്നുറങ്ങിയിരുന്ന ആള് ഈ ജോലി കിട്ടിയതിന് ശേഷം രാത്രി 11-11:30 വരെയൊക്കെ ഇരുന്ന് തയ്യാറെടുക്കും. പിറ്റേ ദിവസത്തേക്ക് ഇവരുടെ ശ്രദ്ധ തല്ലിയിട്ട് അവരെ ഒതുക്കാനൊന്നും എന്നെ കൊണ്ട് കൂടിയാൻ പറ്റില്ല. അപ്പോൾ അവരത്രയും 3-4 കൊല്ലം കഴിഞ്ഞ് ഒക്കെ 18-19 വയസ്സായിട്ടുണ്ട്. മീശയൊക്കെ വെച്ചിട്ട്, അല്ല ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ മീശയുടെ കാൽഭാഗം മീശ എനിക്കില്ല. അവനെ കണ്ടപ്പോൾ ഞാനാകെ മാഷൊക്കെ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മാഷായത്. അപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതായിട്ട് ട്രാക്കിലായി കാര്യങ്ങൾ. ഒരു ജോലിയായിട്ടൊരു പൊരുത്തായി. അത് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് ആസ്വദിക്കാൻ തുടങ്ങി. ജോലി എന്ന് പറയുന്നത്, ഒരു മാഷയുടെ ജോലി എന്ന് പറയുന്നത് കുഴപ്പമില്ല. അങ്ങനെ CSI സഭ, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം അത് പൊതുവെ ആൾക്കാർക്ക് അത്ര ഒക്കെ ക്രിസ്ത്യൻസ് എന്നുള്ളതേ അറിയുള്ളൂ. ഇത് CSI സഭയുടെയാണ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. അത് ഈ തിരുവിതാംകൂർ കൊച്ചി ഏരിയയിൽ CMS മാനേജ്മെൻറ്റ്. അത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കോളേജായിട്ടുള്ള കോട്ടയം CMS കോളേജ്, അത് ഈ വിഭാഗത്തിൻ്റെയാണ്. അപ്പോൾ അതിനെ CMS എന്നുള്ള ചർച്ച് മിഷൻ സൊസൈറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ചർച്ച് മിഷൻ സൊസൈറ്റി. അതിൻ്റെ സഭയുടെ പേര് CSI സഭ. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. തെന്നിന്ത്യൻ സഭ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, CMI സ്ഥാപനങ്ങൾ ഇവിടെ ഈ ദേവമാതാ സ്കൂൾ അതൊക്കെ ഇതിൻ്റെ ആണോ എന്നുള്ളത്. അല്ല, അത് കത്തോലിക്കാരുടെയാണ്. ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ ആചാരങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ഇവരുടെ അച്ഛന്മാരൊക്കെ കല്യാണം കഴിക്കും. അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ അറിയാം. കാരണം എന്താ വെച്ചാൽ മറ്റവരൊക്കെ അങ്ങനെയല്ല, കത്തോലിക്കർക്ക് അങ്ങനെയല്ല. ഇവരുടെ ബിഷപ്പ്, ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചിൻ ഏരിയയിലത്തെ ബിഷപ്പിൻ്റെ ഓഫീസ് ഉള്ളത് ആലുവയിലാണ്. ഇപ്പോൾ ഷൊർണൂരായിരുന്നു, 5-6 കൊല്ലം മുമ്പേ ഇവിടേക്കാക്കി. അപ്പോൾ അവരുടെ ഏറ്റവും കേരളത്തിലെ കുറേ ഗ്ലാമർ സ്ഥാപനങ്ങൾ ഉള്ള ഒരു സഭയാണ്. അതായത് ഇവർ പരിപൂർണമായിട്ടും പ്രേക്ഷിത പ്രവർത്തനം, അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ക്രിസ്തുമത പ്രചാരണം, ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രചരണം, അത് നടത്താനാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ കോളേജ് കോട്ടയം CMS കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, അതുപോലെ തന്നെ ഒരുപാട് ഈ തിരുവിതാംകൂർ ഏരിയയിൽ CMS സ്കൂൾ കുറേ ഉണ്ട്. ഒപ്പം തന്നെ പാലക്കാട് BEM സ്കൂള്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നാണ് പേര്. അതുപോലെ തന്നെ ലണ്ടൻ മിഷൻ LMS, അതൊക്കെ ഈ മലബാർ സൈഡിലാണ്. അവരൊക്കെ കൂടിയിട്ട് സഭയിൽ LMS-ഉം BEM-ഉം CMS-ഉം കൂടിയിട്ട് ഒരുമിച്ച് CMS എന്നാണ്. അതാണ് ഈ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ സഭയുടെ തുടക്കം. 1816
ഇവര് കേരളത്തിൽ വരുന്നത്. ഈ മതപ്രചരണവും ഒപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനമായിട്ട് 1836 തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തനം തുടങ്ങി. 1836 തൃശ്ശൂർ ജില്ലയിൽ ഇവര് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിലും അതിൽ തുടക്കം എവിടെയാൽ മിഷൻ ക്വാർട്ടേഴ്സിലാണ്. നമ്മുടെ ശക്തൻ നമ്പൂതിരി സ്റ്റാൻഡ് അവിടെ നിന്ന് കയറിയാൽ അവിടെ ഓൾ സയൻസ് CSI ചർച്ച് ഉണ്ട്. അതിന് വലിയ കോമ്പൗണ്ട് ഉണ്ട്. അത് ഏകദേശം ജൂബിലി മിഷൻ ആശുപത്രി വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് അവരുടെ തന്നെ കസ്റ്റഡിയിൽ. പക്ഷേ ക്രമേണ കുറെ അന്യാധീനപ്പെട്ടു. അതിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ ഇല്ലാതെയായി. അപ്പൊ അവിടെയാണ് ആദ്യത്തെ LP സ്കൂൾ സ്ഥാപിക്കുന്നത്. 1845 ഈ സഭ ഒരു LP സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാണ്. ആ സ്കൂള് കുറച്ചു കാലം പ്രവർത്തിച്ചു. അവിടുന്ന് പോരാ, കുറച്ചും കൂടി വിപുലമായിട്ടുള്ള തോതിൽ, അതായത് ഈ സവർണരൊക്കെ താമസിക്കുന്ന തൃശ്ശൂർ റൗണ്ട് നടക്കാവ് മേഖലയിലേക്ക് ഒന്ന് മാറണം. ഇവിടുത്തെ സവർണ ഹിന്ദു സമുദായക്കാര് ഇവരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, ജനങ്ങൾക്ക് എത്തിപ്പെടാൻ സൗകര്യമുള്ള ഭാഗത്തേക്ക്. അങ്ങനെ ആ CSI സഭയുടെ പ്രവർത്തനം തൃശ്ശൂർ റൗണ്ട്, അതായത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഈ കൊച്ചിൻ രാജാവ് അതുപോലെ ദേവസ്വങ്ങളുടെ ആ ഒരു കസ്റ്റഡിയിലുള്ള ഭൂമിയിലേക്ക് പരിസ്ഥിതിയാണ്. അവിടെ അത് LP അതുപോലെ നിലനിർത്തി. ഇവിടെ UP സ്കൂൾ തുടങ്ങി 1883. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ 2 വയസ്സ് പ്രായക്കൂടുതലാണ് CMS സ്കൂൾ. അങ്ങനെ ഇവിടെ UP സ്കൂൾ തുടങ്ങി. അതിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ആദ്യമായിട്ട് 7 കുട്ടികളെയാണ് UP മിഡിൽ ക്ലാസ് പരീക്ഷ ഫൈനൽ പരീക്ഷയ്ക്ക് കോഴിക്കോട്ടേക്ക്, അന്ന് കോഴിക്കോട് സെൻട്രലുള്ളൂ, അവിടേക്ക് അയച്ചത്. അതിൽ 6 പേരും ജയിച്ചു. 2 പേർക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ രേഖകള് വളരെ രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കുറെ നഷ്ടപ്പെട്ടത് ഞാൻ പറയാം. 2 പേര് നായർമാരായിരുന്നു, 2 പേര് ബ്രാഹ്മിൻസ് ആയിരുന്നു, അതുപോലെ തന്നെ 2 പേര് ക്രിസ്ത്യാനികളായിരുന്നു എന്നൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ UP സ്കൂള് ആരംഭിച്ചു. അത് നന്നായി പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ അത് 1892 മറ്റോ അത് ഹൈസ്കൂളായി. 1889 ഹൈസ്കൂളിനുള്ള മദ്രാസ് ആസ്ഥാനത്ത് നിന്ന് ഈ ഒരു ഇവരുടെ CSI അവിടെ ആസ്ഥാനം അവിടെയാണ്. പെർമിഷൻ കിട്ടി, കൊച്ചി രാജാവിന്റെ പെർമിഷൻ കിട്ടി. അങ്ങനെ CMS ഹൈസ്കൂളായി. ഈ ഹൈസ്കൂളായി പ്രവർത്തനം തുടങ്ങി. 1892 94 ഈ സ്കൂൾ കത്തിപ്പോയി. എന്താ കാരണം എന്നറിയില്ല. ഒരുപക്ഷെ ഓലപ്പരയായിരുന്നു. അടുത്തുള്ള പറമ്പുകളിൽ തീയിട്ടിട്ട് ഈ ചപ്പലയൊക്കെ ചുടുമ്പോ അതൊന്നും വന്നിട്ടുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല. 2 തവണ അഗ്നിക്കിരയായിട്ടുണ്ട്. അത് രണ്ടും പിന്നെ കൊച്ചി രാജാവിന്റെ നിർലോഭമായ സംഭാവന കൊണ്ടും സഭയുടെ ഇടപെടൽ കൊണ്ടും അതിനെ പുനരുദ്ധരിക്കുകയും പൂർവാധിക ശക്തിയായിട്ട് തിളക്കത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴേക്കും കൂടുതൽ പ്രവർത്തനങ്ങളായി. ഈ മിഷണറിമാര് ലണ്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ധാരാളം ആ മിഷണറിമാര് സ്കൂളിന് ആവശ്യമായിട്ടുള്ള ധനവും മറ്റ് ഭൗതിക വസ്തുക്കളും ലബോറട്ടറിക്ക് വേണ്ട വസ്തുക്കളും ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് 1914 ഒന്നാം ലോക മഹായുദ്ധ കാലത്തൊക്കെ സെന്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ലാബിന് വേണ്ടിയിട്ട് CMS ഹൈസ്കൂളിലേക്ക് പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യമുണ്ട്, മികച്ച ഉപകരണങ്ങളുണ്ട്. അപ്പൊ അവരെ അവിടുത്തെ അധ്യാപകർ ഗൈഡ് ചെയ്ത് കൂടുതൽ CMS സ്കൂളിൽ കൊണ്ടുവന്നിട്ടാണ് പരീക്ഷണങ്ങൾ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്താറുള്ളത്. അത് അത്രയും ഇതായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഈ CMS ഹൈസ്കൂളിൽ പ്രിന്റഡ് ആയിട്ടുള്ള മാഗസിൻ ഉണ്ടായിരുന്നു. കയ്യെഴുത്ത് മാസികകൾ ഉണ്ടായിരുന്നു, പ്രിന്റഡ് ആയിട്ട്. അതായത് എൻ്റെ സ്റ്റുഡൻറ്റ് അപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അപ്പോൾ അവൻ്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഈ പബ്ലിക് ലൈബ്രറി, അതുപോലെ തന്നെ അപ്പൻ തമ്പുരാൻ ലൈബ്രറി അയ്യന്തോള്, അവിടെയൊക്കെ വന്നിട്ട് രേഖകൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ ചരിത്രം എഴുതുന്ന സമയത്ത് ഇതിനുവേണ്ടി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന സമയത്താണ് അവൻ പറഞ്ഞത്, പക്ഷേ നമ്മുടെ സ്കൂളിനെ കുറിച്ച് കുറച്ച് വാർത്തകൾ ഇതിലുണ്ട് കേട്ടോ, ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാമെന്ന്. അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസ്, ആ കാലത്തെ ആനുവൽ റിപ്പോർട്ട്, അതിൽ നിന്നൊക്കെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്കൂളിന്റെ ചരിത്രം എഴുതിയത്. കാരണം അത് നോക്കിയപ്പോൾ എവിടുന്നെങ്കിലും കിട്ടാണ്ടോ നോക്കി. ഞാൻ ചരിത്രവും പഠിപ്പിക്കാറുണ്ട്, ഭൂമിശാസ്ത്രം കൂടുതൽ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ ഇത്രയും പ്രശസ്തമായിട്ടുള്ള, ഇത്രയും പ്രൗഡായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള സ്കൂളിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഇതായിട്ട് ബന്ധപ്പെടുത്തപ്പെട്ട പഴയ സീനിയർ ആയിട്ടുള്ള ഈ സഭയിൽ പെട്ട മാഷന്മാരോടൊക്കെ ചോദിച്ചു. അച്ഛന്മാരെ ചിലപ്പോൾ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, ഒന്നുമില്ല, അന്നൊന്നും നോക്കണല്ലോ. അങ്ങനെയാണ് ഈ ഒരു ദൗത്യം തുടങ്ങാൻ കാരണം. അപ്പൊ ഇങ്ങനെ ഓരോ മെറ്റീരിയൽസ് കിട്ടി. റിട്ടയർ ചെയ്യണതിന്റെ 2 കൊല്ലം മുമ്പ് ഏതാണ്ട് 20 എഴുതിയിട്ടുണ്ടായി. അതൊക്കെ എടുത്ത് ക്രോഡീകരിച്ച് ഈ സാധാരണ നമ്മൾ ഈ ഭരണകാലങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ
അപ്പൻ തമ്പുരാൻ, ശക്തൻ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാജാക്കന്മാരുടെ ഭരണമാണല്ലോ. ഞാൻ ആ മോഡലിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ ഹെഡ് മാസ്റ്റർ E.A. ഡേവിസ് മാസ്റ്റർ, രണ്ടാമത്തത് രണ്ടാമത്തെ ചാൾസ്, പിന്നെ C.K. ജോൺ. ഇങ്ങനെ ഓരോരുത്തരും അന്നൊക്കെ ഓരോരുത്തരും 10ഉം 15ഉം കൊല്ലൊക്കെ ഹെഡ് മാസ്റ്റർമാരായിരുന്നു. അങ്ങനെ സ്റ്റീഫൻ, രണ്ടാമത്തെ ആൾ P.A. സ്റ്റീഫൻ, മൂന്നാമത്തെ ആൾ C.K. ജോൺ. ഈ ഒരു 3 പേരാണ് CMS സ്കൂളിന്റെ ശക്തമായിട്ട് അടിത്തറ ഉണ്ടാക്കിയത്. കാരണം അവർക്കൊക്കെ നല്ല സമയം കിട്ടി. അതുപോലെ തന്നെ ഈ മിഷണറിമാരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരുടെ സാമ്പത്തികമായിട്ടുള്ളത് കിട്ടുമ്പോൾ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഹോസ്റ്റല്, താമസിച്ച് പഠിക്കാനായിട്ടുള്ള ഹോസ്റ്റല്, അതായത് ചാവക്കാട്, കുന്നംകുളം, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഹയർ 7ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ആ ഭാഗത്തൊക്കെ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പഠിക്കാനും അവർക്ക് താമസിച്ച് പഠിക്കാനായിട്ടുള്ള ഹോസ്റ്റല്, ഇന്ന് സിറ്റി സെന്റർ എന്ന് പറയുന്ന വ്യാപാര സ്ഥാപനം ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് കിടക്കണ ആ ഭാഗത്തായിരുന്നു ഹോസ്റ്റൽ. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി കൊണ്ടു നടന്നിരുന്നതാണ്. അതുപോലെ ഉപകരണങ്ങൾ മിക്കവാറും ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ലാബിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് കോളേജിലത്തെ കുട്ടികൾ പോലും സ്കൂളിൽ വന്ന് ലാബ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു സമ്പന്നമായിട്ടുള്ള ചരിത്രമുള്ള ഒരു സ്ഥാപനമാണ് അത്. പിന്നെ ഈ 2 പ്രാവശ്യം കത്തിപ്പോയപ്പോൾ അതിന്റെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും അത് ഭംഗിയായിട്ട് പുനരുദ്ധരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ 1933 അതിന്റെ 50ാം വർഷം. അത് വളരെ ഈ 1894 ഈ രണ്ടാമത് കത്തിപ്പിടിച്ചതിന് ശേഷം കൊച്ചി രാജാവ് ആ സ്ഥാപനം സന്ദർശിച്ചു. അന്ന് 1000 രൂപ, അന്നത്തെ 1000 രൂപ സ്കൂളിന്റെ അഭിവൃദ്ധി, നല്ല നിലവാരമുണ്ട്, ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായതല്ലേ, അവരെ ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് 1000 രൂപ കൊടുത്തു എന്നുള്ളത്. ഒപ്പം തന്നെ മദ്രാസിൽ ഇവരുടെ ഈ മിഷണറിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 400 രൂപ. അത് വെച്ചിട്ടാണ് പിന്നീടുള്ള പുതുക്കിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ സ്റ്റുഡൻസിന്റെ എണ്ണം 700ഓളം കുട്ടികൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. ആ 700ഓളം കുട്ടികൾ ഉണ്ടാവുകയായിരുന്നു. അപ്പൊ LP സെക്ഷൻ ഒന്നാണ് മാറ്റാം, കുറച്ച് അപ്പുറത്തേക്ക് മാറ്റാന്ന് കരുതി ഈ ഒരു ഓവർബ്രിഡ്ജിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വിജയശ്രീ കണ്ണാസ്പത്രി നമ്പൂതിരി വിദ്യാലയം ഉണ്ട്. ആ വിദ്യാലയം ശരിക്കും ഇവര് LP സെക്ഷൻ ആക്കി തുടങ്ങിയതാണ്. പിന്നെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വേറെ ചില കാരണങ്ങളെ കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നമ്പൂതിരി വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് വിൽക്കുകയും. അതുപോലെ തന്നെ മണ്ണത്തെ ലൈനിലാണ് കണ്ട് 2 ഏക്കർ സ്ഥലം, ആ ഭാഗത്ത് എവിടെയും കൊണ്ട് 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് നിർമ്മിക്കാനായിട്ട്. അതും പിന്നീട് നഷ്ടപ്പെട്ടു എന്നാണ്. പിന്നെ ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ സ്പോർട്സ് നടത്താൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വരാറ്. സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഇല്ല. പിന്നെ പൂരപ്പറമ്പിൽ കുട്ടികൾ കളിക്കാൻ തേക്കിക്കാട് മൈതാനത്തിൽ ഉച്ചയ്ക്ക് കയറി വരും. അങ്ങനെ അപ്പൊ ഇങ്ങനെ നല്ലൊരു ഒരു സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലം, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ 1916 കാലത്ത് തന്നെ CMS ഹൈസ്കൂളിൽ സ്കൗട്ട് ഉണ്ട്. അതിന്റെ കണക്ഷൻ, അതിനെ നിയന്ത്രിച്ചിരുന്നത് ലണ്ടനിലുള്ള ഒരു ആ സ്കൗട്ടിന്റെ ആസ്ഥാനത്തു നിന്നാണ്. അപ്പൊ അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളും പല കാര്യങ്ങൾക്കും അവിടേക്ക് പോയിട്ടാണ് ഇത്ര കാര്യങ്ങളൊക്കെ ഈ അച്ഛന്മാര് അല്ലെങ്കിൽ ഈ മിഷണറിമാര് അവിടേക്ക് പോകുമ്പോൾ അതായിട്ട് കണക്ട് ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങളും ഇവിടത്തെയും കൂടി ഏകോപിപ്പിക്കാറുള്ളതുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി 1916 ആ കാലത്ത് CMS ഹൈസ്കൂൾ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും കൂടി കോപ്പറേറ്റീവ് സൊസൈറ്റി, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ, പഠന ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പാകത്തിന് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ നമ്മൾ ഇന്നത്തെക്കാൾ നന്നായിട്ട് ആ കാലത്ത് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു എന്ന് തോന്നും. പിന്നെ ഇടയ്ക്ക് തളർച്ച ഉണ്ടായിട്ടുണ്ട് 1960കളിൽ. ഏതൊരു സ്ഥാപനമായാലും ഏതൊരു പ്രസ്ഥാനമായാലും ഉയർച്ചയും താഴ്ചയൊക്കെ സ്വാഭാവികമാണല്ലോ. 1960കളിൽ ആ വിമോചന സമര കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയ ഈ രാഷ്ട്രീയം സ്കൂളുകളിലൊക്കെ കയറി അങ്ങനെ ഒരുപാട് നിലവാര തകർച്ച ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ കുറച്ച് ഇത് ആയി വന്നത് നമ്മുടെ കോമരത്ത് ശങ്കുണ്ണിമേനോണ്. അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററായി വരുണ്ടായി. അതായത് അതുവരെ ക്രിസ്ത്യൻ സമുദായക്കാരാണ് ഹെഡ് മാസ്റ്റർമാരായി CSI. അന്ന് മാറ്റം വന്നത് K. ശങ്കുണ്ണിമേനോൻ എന്ന് പറഞ്ഞ ആളായി. ആ സമയത്താണ് C. അച്യുതമേനോനൊക്കെ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ എനിക്ക് മെറ്റീരിയൽസ് കിട്ടിയത് ഒന്ന് C. അച്യുതമേനോന്റെ ആ ബാല്യകാല സ്മരണകൾ, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ കുറെ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്, അതെന്നാണ്. അപ്പൊ അന്ന് ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വേദോപദേശം ക്ലാസ് ഉണ്ടായിരുന്നു അവരാണ്. സെന്റ് തോമസ് കോളേജിൽ RC കുട്ടികൾക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികൾക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എല്ലാവർക്കും പഠിക്കാൻ നിർബന്ധമില്ല, ക്ലാസ്സിലിരിക്കണം. അപ്പൊ കഥകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഒരു അസ്വസ്ഥത തോന്നിയിട്ടില്ല എന്നാണ് ആൾ പറയുന്നത്. വേറൊരു സമുദായക്കാരനായിട്ട് പോലും
അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. കുറെ ഗുണപാഠങ്ങൾ അതുവഴി നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നു എന്നാണ്. പിന്നെ ഈ CH മേനോൻ കൂടാതെ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഒരു K ചന്ദ്രശേഖരൻ ജനതാദളിന്റെ നേതാവായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, CMS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നെ 1960-കളിൽ ഞാൻ പറഞ്ഞു കുറച്ച് തകർച്ചയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ കോമരത്ത് ശങ്കുണ്ണി മേനോനും അതിനുശേഷം നമ്മുടെ NA വെങ്കടേശ്വരൻ, പഴയ നടക്കാവിലുള്ള ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് NA വെങ്കടേശ്വരൻ. തൃശ്ശൂർക്കാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം മണിമാഷ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം ഹെഡ്മാഷായ കാലം ഒരു ശക്തമായ തിരിച്ചുവരവിന്റെ കാലഘട്ടമായിരുന്നു. അതായത് സമരം തിക്കും തിരക്കും യുവാക്കളായിട്ടുള്ള കുട്ടികളും ഇൻഡിസിപ്ലിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു പട്ടാള മേധാവിയുടെ പോലെ ഇറങ്ങിച്ചെന്ന് അനാവശ്യ സമരങ്ങളെ ഒഴിവാക്കി സ്കൂളിൽ നല്ലൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് കായികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം നല്ലൊരു പോരാളിയായിരുന്നു. അതിൽ അദ്ദേഹം ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ മകനായിട്ട് ഞാൻ കുറച്ച് സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം ഒരു പയ്യനെ 2 കൊടുത്തതിന്റെ പേരിൽ ഒരു മാസം പൂട്ടിട്ടു. ഹെഡ്മാഷ് മാപ്പ് പറഞ്ഞിട്ട് ഇനി സ്കൂളിൽ തുറക്കാൻ പാടുള്ളൂ. അന്ന് മാഷ് മാപ്പ് പറഞ്ഞ പരിപാടിയില്ല, നീ ഇവിടെ കൂടെ പോയാലും കുഴപ്പമില്ലെന്ന് മാഷ്. അങ്ങനെ അവൻ TC മേടിച്ച് പോയിട്ട് ആണ് പിന്നെ മാഷ് ഈ സ്കൂൾ തുറന്ന്, അല്ലെങ്കിൽ സ്കൂളിന്റെ അതൊരു പ്രവർത്തനം തടസ്സപ്പെട്ടു. അപ്പൊ അദ്ദേഹം അങ്ങനെ ചെറിയ പേടിപ്പിച്ചാൽ വഴങ്ങണ ആളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ തന്നെയാണ് മരിക്കുന്നത്. അത് മരിച്ചപ്പോ ആ സ്കൂൾ മാത്രമല്ല, തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിലത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി കൊടുത്തു. കാരണം അത്രയ്ക്കും ഈ വിദ്യാഭ്യാസ നിയമങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട്, അതുപോലെ ഒരു നല്ലൊരു സംഘാടകനായിരുന്നു. അങ്ങനെ അദ്ദേഹമാണ് ഒരു നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. പിന്നെ അദ്ദേഹത്തിന്റെ കാലത്താണ് യൂണിഫോം നടപ്പാക്കിയത്. അതിന് തന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായതാണ്. കാരണം കുട്ടികൾക്ക് യൂണിഫോം മേടിക്കാനുള്ള പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷിതാക്കൾ ഇതിനെ എതിർത്തു. പക്ഷെ പറ്റില്ല, ഇവിടെ ഉള്ളവരെ എല്ലാവരും ഒരുപോലെ ആവണം, ഒരേപോലെ ഡ്രസ്സ്, ചിലർ വലിയ ആഡംബരത്തിലും ചിലർ വളരെ മോശമായിട്ടും വരണ്ട, ഒരേപോലെ ആവട്ടെ. ഇളം നീല ഷർട്ട്, മുണ്ടാണ് വെള്ളമുണ്ട്, അത് ഇന്നും പാലിക്കേണ്ട അവിടെ. ഇളം നീല ഷർട്ട്, ആകാശ നീല. അതിന് അദ്ദേഹം ഒരു പ്രത്യേകത കൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് UNOന്റെ പതാക ഇളം നീല നിറത്തില്, അതിന്റെ ഉള്ളില് വെള്ള ഒലിവിലകളാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം നീലയാണ്. അതായത് സമുദ്രങ്ങൾ, നീലസാഗരം. 70% പ്രദേശവും സമുദ്രമാണ്, ആ നീല ആകാശം. അപ്പൊ അങ്ങനെ സിംബോളിക്കായിട്ട് അദ്ദേഹം കണക്കാക്കി. അത് ശരിയാ തോന്നാറുണ്ട് എനിക്ക്. ഞാൻ ചരിത്രം പഠിപ്പിക്കുക കാരണം അദ്ദേഹത്തിന്റെ വീക്ഷണം വളരെ മനോഹരമായിരുന്നു തോന്നാറുണ്ട്. ഇന്ന് പിന്നീടും പല ഘട്ടങ്ങളിലും ആ യൂണിഫോം മാറ്റണം, വെള്ള മുണ്ട് അല്ലെങ്കിൽ വെള്ള പാൻറ് കുട്ടികൾക്ക് അത്ര യോജിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ഇതാണ് കാരണം. അത്രയും നല്ലൊരു കാഴ്ചപ്പാട് അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പിന്നെയാണ് വെങ്കടേശ്വര മാഷിന് ശേഷമാണ് PT ജോർജ് എന്ന് പറഞ്ഞ ഹെഡ് മാഷ്. അദ്ദേഹം സൗമ്യനായിരുന്നു. വെങ്കടേശ്വര മാഷിനെ പോലെ അത്രയും കൂടി അഗ്രസീവായിട്ട് പ്രവർത്തിക്കാനുള്ള അതുണ്ടായിരുന്നില്ലെങ്കിലും സ്റ്റാഫിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലവും നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. ഈ വെങ്കടേശ്വര മാഷിന്റെ കാലത്ത് തുടക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെയാണ് ദേവസി മാഷ്, മാഡം പറഞ്ഞ നോബലിന്റെ ഫാദർ. അദ്ദേഹം ഹെഡ് മാഷായി. ഞാൻ മാഷായി ചെല്ലുന്നത് അദ്ദേഹം ഹെഡ് മാഷായ കൊല്ലത്തിലാണ്. അദ്ദേഹം ഫിസിക്സ് മാഷായിരുന്നു. പക്ഷെ ശാന്തമായ സ്വരവും ധീരമായ പ്രവൃത്തിയും എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. നല്ല എല്ലാം ആളും ഉള്ളിൽ കാണുന്ന പോലെയൊക്കെ നടപ്പാക്കും. അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഭംഗിയായിട്ട് നയത്തിൽ തരണം ചെയ്യാനുള്ള സാമർത്ഥ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ 1983 84 റിസൾട്ട് വന്നപ്പോൾ 81% എങ്കിൽ ദേവസി മാഷ് ആ ഒറ്റ കൊല്ലം തീവ്രമായിട്ട് അധ്വാനം നടത്തി ടീച്ചേഴ്സിനെ നന്നായിട്ട് സഹകരിപ്പിച്ചു. അങ്ങനെ 85 100% റിസൾട്ട്, സ്റ്റേറ്റില് 42% റിസൾട്ട്, സ്റ്റേറ്റ് ആവറേജ്, CMS സ്കൂളിന് 100%. അങ്ങനെ ഒരു അത്ഭുതം തന്നെ നടത്താൻ സാധിച്ചു. അതായത് ശനിയാഴ്ചകളിൽ, ഓണാവധിക്ക്, ക്രിസ്മസിന്, അതുപോലെ തന്നെ വെക്കേഷൻ കാലത്ത് മെയ് മാസത്തിൽ തുടങ്ങും ക്ലാസ്. അങ്ങനെ തീവ്രമായിട്ടുള്ള ശ്രമത്തിന്റെ ഒടുവിൽ പരിപൂർണമായിട്ടുള്ള ഒരു വിജയം കിട്ടി. അത് വലിയൊരു ഊർജം പകർന്ന സംഭവമാണ്. പിന്നെ അതിൽ നിന്ന് അധികം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് വല്ലപ്പോഴൊക്കെ ഒരു കുട്ടി ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും
തോൽക്കുക എന്നുള്ള കുട്ടികളുടെ കാര്യം അതാണല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമില്ലാതെ പോരാൻ സാധിക്കുന്നതാണ്. പിന്നെയാണ് ദേവസ്വം മാസ്റ്റർ ആ കാലത്ത് ഇതുപോലെ തന്നെ സ്കൗട്ട് സഞ്ചയിക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല മികവുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദേവസ്വം മാസ്റ്റർ കഴിഞ്ഞാൽ വി.ഒ. സക്കറിയ പണിക്കർ. അദ്ദേഹം CSI സഭയിലത്തെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. നല്ല ഡിസിപ്ലിനേറിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസൻസ് കുട്ടികളിലും സ്റ്റാഫിലും നല്ലൊരു എനർജിയിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് വരെ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയി കൂടുതൽ മികച്ചതാക്കാനാണ് ശ്രമിച്ചത്. പിന്നെയാണ് KM ഈപ്പൻ തൃശ്ശൂരിലാണ് അദ്ദേഹത്തിന്റെ താമസം. അദ്ദേഹത്തിന്റെ സമയത്താണ്, അതുവരെ പഴയ കെട്ടിടങ്ങൾ തന്നെയായിരുന്നു. അദ്ദേഹമാണ് വളരെ ശ്രമം നടത്തി PTA ആയിട്ടും അതുപോലെ തന്നെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടും ആ സമ്പർക്കം പുലർത്തി പുതിയ കെട്ടിടം തന്നെ നിർമ്മിച്ചു. ആ കൊല്ലം തന്നെ ഫസ്റ്റ് കിട്ടി. +1 ഹയർ സെക്കൻഡറി ബാച്ച് അനുവദിച്ച് കിട്ടി. കുറച്ചൊന്ന് പരിശ്രമിക്കേണ്ടി വന്നു. ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, രണ്ടാമത് കിട്ടി. പിന്നെ അപ്പൊ CMSന്റെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലായി, കാരണം ഹയർ സെക്കൻഡറി കൂടി വന്നപ്പോൾ. പിന്നെയാണ് KN ആര്യൻ നമ്പൂതിരി എന്ന് പറഞ്ഞ, ഈ ആര്യൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന ആളാണ്. മാഷായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി. 6 മാസം അവിടെ ഗുരുവായൂർ മേൽശാന്തി ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലത്താണ് ഗ്രേഡിംഗ് സമ്പ്രദായമൊക്കെ പുതിയ മെത്തേഡൊക്കെ വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെയാണ് സംസ്ഥാന കലോത്സവത്തിൽ 2 കൊല്ലം തുടർച്ചയായിട്ട് CMS സ്കൂളിലെ കലാപ്രതിഭാ പട്ടം, ഒരു പക്ഷേ കേരളത്തിലെ ഒരു സ്റ്റേറ്റിനും ഒരു സ്കൂളിനും ഇല്ലാത്ത ഒരു സംഭവമായിരുന്നത്. 2003-ലും 2004-ലും 2003 ശ്രീരാഗ് P സജീവ് കുമാർ എന്ന് പറയുന്ന കുട്ടിയും 2004 പ്രചോദ് വി ഡെൻസിൽ, ആദ്യത്തെ ആള് എഞ്ചിനീയറും രണ്ടാമത്തെ ആള് ഇലക്ട്രിക് ഡോക്ടറാണ്. അവർ രണ്ടുപേരും കലയിലും മിടുക്കന്മാരായിരുന്നു. അപ്പൊ പരമാവധി കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ആര്യമാഷ്ട കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡേവിഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 കൊല്ലം ഉണ്ടായുള്ളൂ. പിന്നെ ചില തർക്കങ്ങളുടെ പേരിൽ അദ്ദേഹം മാറി നിന്നു. പിന്നെ അതിനുശേഷം രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഹെഡ് മാഷാണ്. അത് നേരത്തെ മാഡം പറഞ്ഞ പോലെ രാമേന്ദ്രൻ അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് കൂടി, ഞങ്ങൾ B.Ed ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ അദ്ദേഹം 10 കൊല്ലത്തോളം ഹെഡ് മാഷായിരുന്നു. ആ സമയത്തും ഇതുപോലെ തന്നെ SPC, അതുപോലെ തന്നെ സ്കൗട്ട്, അതുപോലെ തന്നെ മറ്റ് പല എക്സ്ട്രാ കലോത്സവങ്ങളിൽ വർഷങ്ങളോളം നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരുന്നു. ഈ കലോത്സവം എല്ലാവരും ഇപ്പൊ കലാകാരന്മാരായിട്ടല്ല, ഇപ്പൊ കല ആസ്വദിക്കാനോ അല്ലെങ്കിൽ കുറേശ്ശെ കല അറിയണവരോ ആയിട്ട് ആരെയൊക്കെ ഉണ്ടാവും. അത് എല്ലാവരിലും മനസ്സിലുണ്ടാവും. നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ അത് അപ്പൊ പരമാവധി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സംഗീത സാഹിത്യ കലാവിഹീന സാക്ഷാൽ പശു പുച്ഛ വിഷാണഹീന തൃണന്നഘാതന്നവി ജീവമാന തദ്ഭാഗതേയം പരമം പശൂനാം. സംഗീതം, സാഹിത്യം, കല ഇങ്ങനെയുള്ളതിൽ വാസന ഇല്ലാത്തവരുണ്ടാവില്ല. അത് ഇല്ലാത്തവൻ ഒരു മൃഗം തന്നെയെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഭാഗ്യത്തിന് ആ മൃഗം പുല്ല് തിന്നണില്ല എന്ന് മാത്രം. ആ മൃഗം പുല്ലൂടി നിന്നിരുന്നുവെങ്കിൽ പശുക്കളുടെ കാര്യം കഷ്ടമായിരുന്നു എന്ന് പറയും. സംഗീത സാഹിത്യ കലാവിഹീന സാക്ഷാൽ പശു പുച്ഛ വിഷാണഹീന തൃണന്നഘാതന്നവി ജീവമാന തദ്ഭാഗതേയം പരമം പശൂനാം. അപ്പൊ ഈ സുഭാഷിതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കല വാസന അല്ലെങ്കിൽ സംഗീതത്തിലുള്ള വാസന അല്ലെങ്കിൽ വായിക്കാനുള്ളത്, എഴുതാനുള്ളത് എന്തെങ്കിലും, അത് ചിലപ്പോൾ നല്ല ശില്പങ്ങൾ ഉണ്ടാക്കാനോ അപ്പൊ എന്തെങ്കിലും ഇല്ലാത്തവരുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനത്തെ ഇല്ലാത്ത ആളുണ്ടെങ്കിൽ അത് പശുക്കളുടെ കഷ്ടം. കാരണം അവര് വാലില്ലാത്ത ഒരു പശുവിന്റെ പോലെയാണോ കണക്കാക്കിയാൽ മതി. അപ്പൊ നല്ല ഒരു അന്തരീക്ഷം. അദ്ദേഹത്തിന് ശേഷം ഈ രാമേന്ദ്രൻ മാസ്റ്ററുടെ ആ കാലഘട്ടത്തിലാണ് ഞാനും മാസ്റ്ററായത്. അദ്ദേഹത്തോടൊപ്പം ഞാനും റിട്ടയറായി. 2017-18 കാലത്ത് ഞങ്ങൾ റിട്ടയറായി. പിന്നെ അപ്പൊ ഇതൊക്കെ ഈ റിട്ടയർ ചെയ്യണതിന്റെ തലേ കൊല്ലം ഒക്കെ എഴുതി വെച്ചു. എന്നിട്ട് പിന്നെയും റിട്ടയർ ചെയ്തിട്ടും സ്കൂള് മനസ്സിൽ നിന്ന് പോകണില്ല. എനിക്ക് എന്തുകൊണ്ട് അത്ര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന കാരണമായിരിക്കാം. സ്കൂളിൽ പറഞ്ഞാൽ അന്ന് പോകുമ്പോൾ എന്തോ വലിയൊരു നഷ്ടം. അപ്പോ സ്കൂൾ അനുഭവങ്ങൾ ആദ്യം ഒരെണ്ണം എഴുതി. അത് മാതൃഭൂമി ആഴ്ചകൾക്ക് ഒരു മധുരച്ചുവടൽ എന്ന് പറഞ്ഞുള്ള ഒരു പങ്ക്തിയിലായിരുന്നു. അതിൽ വന്നു. ആദ്യമായിട്ട് ഞാൻ എഴുതുക 53-ാമത്തെ വയസ്സിൽ. അതുവരെ എനിക്കൊരു കോമ്പോസിഷൻ എഴുതുമ്പോൾ 16 വട്ടം നോക്കും. കാരണം തെറ്റുണ്ടോ ഞാൻ 4ാം ക്ലാസ് വരെ മലയാളം, പിന്നെ അത് കഴിഞ്ഞ 10ാം ക്ലാസ് വരെ സംസ്കൃതം, 10ാം ക്ലാസ് കഴിഞ്ഞ ഡിഗ്രിക്ക് ഹിന്ദി, ഡിഗ്രിക്ക് ഹിന്ദി, വർഷത്തിൽ ഒന്നുമില്ല എൻ്റെ. പിന്നെ ഇതെന്തോ ഒരു തോന്നി, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരെണ്ണം കൊണ്ട് മനസ്സിലായി. അത് പിന്നെ അപ്പൊ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുള്ള പറഞ്ഞു. അതൊരു മോട്ടിവേഷനായി. അങ്ങനെ വീണ്ടും വീണ്ടും എഴുതി ഒരു പുസ്തകം എഴുതി. സ്കൂൾ അനുഭവങ്ങൾ, ഞാനും കുട്ടികളായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, മനസ്സിൽ തട്ടിയ സംഭവങ്ങൾ. ചിലത് ദുഃഖങ്ങളുണ്ടാവാം,
ചിലത് രസകരമായിട്ടുണ്ടാവാം. അങ്ങനെ ആദ്യമായിട്ട് എഴുതിയത് IM വിജയനെ കുറിച്ചാണ്. അവൻ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിൽ ആള് കുറച്ച് കാലം പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പം അതുകൊണ്ട് 6ാം ക്ലാസ്സിലാണ്, ഇത്തിരി മുതിർച്ചയുണ്ട്. അപ്പം അവൻ ഒരു ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവമാണ്. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് പോണത് കൂലിക്ക് കളിക്കാൻ പോവാ. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യാൻ നമുക്ക് നോക്കേണ്ട ചുമതലയുണ്ടല്ലോ. അപ്പോൾ ഹെഡ് മാഷും PT മാഷും പറഞ്ഞു അവൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, 3 മണിക്ക് പോയിക്കോട്ടെ, 3:30 സ്കൂളിൽ കൊടുക്കൂ. അപ്പം അതുകൊണ്ട് കാര്യമാക്കണ്ട, അവൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് 50 രൂപ 100 രൂപ എന്തൊക്കെ കിട്ടും. അപ്പം 5 വർഷമായി. പിന്നെ ഞാൻ അവൻ്റെ കൂടെ ദിവസം കളി കാണാൻ പോവുക. ഞാൻ സ്കൂളിൽ വിട്ട് പറഞ്ഞാലും ഞാൻ തെരുവുരുത്തിയ കളി. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ പോയി അന്നത്തെ കളി കണ്ടു. ആ കളിയാണ് 1ാമത്തെ അധ്യായം. അത് ഞാൻ പറയാനില്ല എന്തായാലും. അപ്പം അത് എഴുതിയത് ഇതല്ല. ആദ്യം എഴുതിയത് പടിഞ്ഞാറ് കോട്ടയിൽ കൊക്കൻസ് ബേക്കറി എന്നുണ്ട്, സെന്റ് ജോസഫ്സ് കൊക്കൻസ് ബേക്കറി എന്നൊരു ബേക്കറി ഉണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ ജൽസൺ എന്നാണ് അവൻ്റെ പേര്. 85 അവനൊന്ന് കൊടുത്തു. അവൻ 2 ദിവസം മുടങ്ങി. ഞാൻ ഒന്നും അധികം ശാസിച്ചുള്ളൂ. പിന്നെ 2 ദിവസം മുടങ്ങി. അപ്പം ഞാൻ വീണ്ടും ശാസിച്ചു. അപ്പം ഞാൻ കൂട്ടുകാരോട് വെച്ച് പറഞ്ഞു, മാഷേ അവൻ ആ പടിഞ്ഞാറ് കോട്ടയത്തെ നേതാജി ഗ്രൗണ്ടിൽ ഇനിക്ക് വലിച്ചിട്ട് കൂട്ടുകാരുടെ കൂടെ വിലസ് ആ ഫുട്ബോൾ കളിച്ച് നടക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞതെന്ന് പറയണ്ട, ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവൻ ഞങ്ങളെ ഇട്ടു. അപ്പം പിന്നത്തെ തിങ്കളാഴ്ച മാത്രം വന്നു. അടുത്ത 4 ദിവസം വന്നില്ല. ഒരാഴ്ച പോയാണ്. പിറ്റത്തെ തിങ്കളാഴ്ച വന്നപ്പോൾ അവന് ഞാൻ സ്വീകരണം കൊടുത്തു. അപ്പോൾ ഒന്ന് കൊടുത്തു ട്രൗസറിൻ്റെ മുകളിൽ. അവൻ KSUവിൻ്റെ സെക്രട്ടറി സ്കൂളിൽ 1 ട്രൗസറിൻ്റെ മുകളിൽ കൊണ്ടു. അപ്പോൾ 2ാമത്തെ അടിക്ക് അവൻ ചാടി. അപ്പോൾ ഈ ചൂരിലിൻ്റെ തുമ്പ് അവൻ്റെ തുടയുമ്പോൾ കൊണ്ട് ലേശം പൊട്ടി. ഇത് ഞാൻ കണ്ടില്ല. 3ാമത്തെ മിനിറ്റ് സിസിൽ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഗോപിൻ്റെ ജൽസിനെ തല്ലയോ? എൻ്റെ തൊടലേശം പൊട്ടിയിട്ടുണ്ട്, മരുന്ന് വെച്ച് കൊടുത്തോളൂ. ഞാൻ ബാൻഡേഡ് വെച്ച് കൊടുത്തു. പക്ഷെ വാസ്തവത്തിൽ അവൻ്റെ ശരീരം വേദനിച്ചേക്കാൻ എൻ്റെ മനസ്സ് വേദനിച്ചു. കാരണം അവനെ വേറൊരു വഴിയില്ല. പിറ്റേ ദിവസം രാവിലെ അവൻ്റെ അമ്മ, അവൻ ഒന്നും പ്രതിഷേധിച്ചില്ല. അമ്മ ഒരു കോട്ടയം വീശിയിട്ട് വരും. ഞാൻ വിഷമിച്ചു. ക്ലാസിന്റെ ഉള്ളിലേക്ക് കയറി കൊടോണ്ട് എന്നെ തല്ലിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ക്ലാസിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. അപ്പൊ അമ്മ ചോദിച്ചു, ജൽസന്റെ മാഷാണോ? അതെ. മാഷം നല്ല തല്ലിയോ? നന്നായി മാഷാണ്. അപ്പൊ എന്തേ ചോദിച്ചു. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതേ അതെ 7 പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ചെക്കുണ്ടായതാ. അവനെ ലാളിച്ചു. അവൻ പറഞ്ഞതൊക്കെ സാധിച്ചു കൊടുത്തു. ഇപ്പൊ അവന്റെ അച്ഛൻ കിടപ്പിലായി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കുടുംബം കൊണ്ടുപോകാൻ വേണ്ടി വിഷമിക്കുകയാണ്. ഈ നേരത്തെ അവൻ പറഞ്ഞത് മാത്രം കേൾക്കുന്നില്ല. ചീത്ത പിള്ളേരായിട്ട് കമ്പനി. എങ്ങനെയെങ്കിലും ആരെങ്കിലും അത് പേടി വേണ്ടേ? അത് നന്നായി ഉള്ളൂ. ഇനി അടുത്ത് തല്ലിപ്പോളൂ. അത് അങ്ങനെ പ്രതീക്ഷിച്ചല്ല. അതാണ് പിന്നെ എഴുതിയത്. പിന്നെ അവൻ തോറ്റു. സ്കൂളിൽ നിന്ന് പോയി, വേറെ സ്കൂളിൽ പോയി ചേർന്നു. പിന്നെ എനിക്ക് അവനെ കുറിച്ച് വിവരമില്ല. അവൻ നശിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ 32 കൊല്ലത്തിന് ശേഷം 2015 ഞാൻ മൂകാംബികയിൽ തൊഴുത് പുറത്തിറങ്ങിയിട്ട് ബസ്സിലേക്ക് നടക്കുമ്പോൾ ഒരു ഫോൺ. പക്ഷേ ഞാൻ ജൽസൻ മാഷ് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ കുറച്ചു കാലം മുമ്പ് പഠിച്ച കുട്ടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ജൽസൻ ആളൂർ എന്ന് പറഞ്ഞ കുട്ടിയാണോ? അതേ മാഷ എനിക്കോ? എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. തന്നെ ഞാൻ ശിക്ഷിച്ചിട്ട് ഈ ഇത്തിരി വിഷമമായിട്ടുള്ള കാര്യം അങ്ങനെയാണ്. അതല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ അവൻ എന്നാ മാഷ ഞാൻ സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞ് വന്നു. പിത്താഴ്ചയിൽ വന്നു. എന്നെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ വീട് സൗകര്യം 150 പണിക്കാർ, 3 കെട്ടിടങ്ങൾ, പടിഞ്ഞാറ് കോട്ടയിലും അരനട്ടയിലായിട്ട് 3 കെട്ടിടങ്ങൾ, ഗംഭീര ഒരു വീട്, NHന്റെ പക്കത്ത് 1 ഏക്കർ സ്ഥലം. ഇങ്ങനെ ഇന്ന് അവിടുത്തെ കോടീശ്വരൻ. അപ്പൊ അവൻ അതെന്താ കാര്യം പറഞ്ഞ ആ അടിയിൽ എന്താ ചെറിയ. പിന്നെ ആ കൂട്ടുകാരൻ അവന്റെ അമ്മയുടെ കൈ തൊട്ടിട്ട് പ്രതിജ്ഞ എടുപ്പിച്ചു. തല്ല് മാത്രമല്ല ചെയ്ത്. പിറ്റേ ദിവസം അമ്മ വന്നപ്പോ അമ്മയുടെ കൈ അവന്റെ കൈ പിടിച്ചു. ഞാൻ റെഡിമേഡ് പ്രതിജ്ഞ പറഞ്ഞു. ഇവരൊരു കാര്യം പറഞ്ഞു, ഇനി ഇത് തെറ്റിച്ചാൽ എന്റെ അമ്മയ്ക്കാ കേട്ടോ. അപ്പം കിടപ്പായി. ഞാൻ അതുകൂടി ഇല്ലാതെ ഉണ്ടാ. പിന്നെ അവൻ ആ ഗ്യാങ്ങിലേക്ക് പോയില്ല. പഠിക്കാൻ മോശം, അത് ശരി. വേറൊരു ബേക്കറിയിൽ പണിക്ക് 5 കൊല്ലം പണി പഠിച്ചു. അവന്റെ വീട് പടിഞ്ഞാറ് കോട്ടയിൽ തന്നെയാണ്. അവിടെ ബേക്കറി തുടങ്ങി. ഇന്ന് അവൻ ദിവസേന എനിക്ക് ഇതായി ചോദ്യനായി. അപ്പോൾ അവൻ്റെ 25ാമത്തെ വർഷത്തിൽ പോയിട്ടായിരുന്നു. അതാണ് ആദ്യം എഴുതിയത്. അതാണ് മാതൃഭൂമിയിൽ ആദ്യം വന്നത്. പിന്നെ 3 വന്നു. അപ്പം അങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഇത് എത്രയുണ്ട്? മാതൃഭൂമിയിലത്തെ സുനിൽ എന്ന് പറഞ്ഞ മാനേജർ, ഇത് എത്രയുണ്ട് എന്നറിയാം. അപ്പോൾ ഞാൻ കൊണ്ടുവന്നു 50 ഉണ്ട് അനുഭവക്കുറിപ്പുകൾ. അപ്പോൾ അതിൽ ഈ കുട്ടികളായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടത് മാത്രം മതി, മറ്റത് വേണ്ട. അപ്പോൾ ടീച്ചേഴ്സ് കഥാപാത്രങ്ങളായിട്ടുണ്ടല്ലോ, അതധികം വേണ്ട. അങ്ങനെ 30 കോഴിക്കോട്ടേക്ക് അയക്കാൻ വന്ന ഇമെയിലും അവിടെയാണ് വിദഗ്ധ സമിതി പരിശോധിക്കുക. അവരെന്താ തീരുമാനിക്കുന്നത് ആയിക്കോട്ടെ. അങ്ങനെ അയച്ചു. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു, കൊള്ളാം, ഞങ്ങൾ പുസ്തകമാക്കാം, പക്ഷെ ഒത്തിരി താമസം പിടിക്കുന്നു. അപ്പോൾ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ച് എഴുതിയതല്ല. അങ്ങനെ ഒരു പുസ്തകമായി. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കും ചിലത്, സംഭവിക്കുന്നത് വേറെ. ഇപ്പം ഇത് ഇവിടെയൊക്കെ വന്നത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്.
ഇവിടുന്ന് പൂച്ചയെ കാട്ടിൽ കൊണ്ടാക്കണ പോലെ എന്നെ റിട്ടയർ ആയപ്പോൾ വീട്ടിൽ വരവൂര് കൊണ്ടാക്കിയതാണ്. ദൈവം പഠിക്കാനെ തിരിച്ചെത്തിച്ചു. മകൾക്ക് കളക്ടറേറ്റിൽ ജോലി കിട്ടി, വൈഫ് ഡയറ്റിലാണ് ജോലി ചെയ്യുന്നത്, ചെറിയ മകൾ തൃശ്ശൂർ അരുണാട്ടുകര B.Ed പഠിക്കുന്നു. അങ്ങനെ അപ്പം എനിക്ക് പോരേണ്ടി വന്നു. എന്തായാലും 3 ആളുടെ യാത്ര ഒഴിവാക്കാമല്ലോ. പണ്ട് ഞാൻ മാത്രമേ യാത്ര ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ തൃശ്ശൂർ വാടകയ്ക്കായിരുന്നു. ഒരെണ്ണം വാങ്ങി. അത് പിന്നെ മകളുടെ കുട്ടിയെ നോക്കണ ഒരു പരിപാടി ഉണ്ട്. അവൾക്ക് ചെറിയ കുട്ടി. അങ്ങനെ ഇതിപ്പോൾ തൃശ്ശൂരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകാരം തൃശ്ശൂരിൻ്റെ നന്മകൾ ആസ്വദിക്കുകയാണ്. ക്ലാസ്സുകൾ, നാടകങ്ങൾ, വൈകുന്നേരമായി ഞാൻ ഫ്രീയാണ്. അതുപോലെ സിനിമ ഇപ്പോൾ പോയിട്ട് 35 കൊല്ലം അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. വടക്കുന്നതിൽ ഞാൻ തൊഴുതുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഇപ്പോൾ ഈ സമയങ്ങളിലാണ് ഇടയ്ക്ക് പോകുന്നത്. അന്ന് ജോലി മാത്രം, അത് ഭയങ്കര ക്രൈസായിരുന്നു. ഇപ്പോൾ പിന്നെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 2ാമത്തെ പുസ്തകത്തിൻ്റെ രചനയിലാണ്. ഏതാണ്ട് 90% അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞ് മാതൃഭൂമിക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ എന്താ പറയണമറിയില്ല. കുറച്ച് നെറ്റ്വർക്കൊക്കെ ഉള്ള പാർട്ടീസാണല്ലോ. എന്തായാലും ഈ തൃശ്ശൂർ CMS ഹൈസ്കൂളിലെ ജോലി ആണ് എനിക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടാക്കിയത്, ജീവിതത്തിലെ ഒരു അടിത്തറയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കടപ്പാടും അതുകൊണ്ടാണ് എനിക്ക് അതിന് ആ സ്ഥാപനത്തിൻ്റെ ഒരു ചരിത്രമല്ല പറഞ്ഞപ്പോൾ നമ്മൾ എഴുതി തന്നെ. അതിൽ ശരിയോ തെറ്റപ്പോഴും എനിക്കറിയില്ല, മിക്കവാറും ബൈഹാർട്ടാണ്. ഇത് ഏതാണ്ട് ശരിയാണെന്ന് തന്നെയാണ്. അവിടുത്തെ സക്രിയ മാഷ്, BO സക്രിയ പണിക്കർ ഹെഡ് മാഷായിരുന്നു, മാനേജറായിരുന്നു. അദ്ദേഹം മാറ്റി പറഞ്ഞൊന്നും മാറ്റാനില്ല. അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ചൊക്കെ ശരിയാണ്. പിന്നെ ഒരു CH രമേനോന്റെ പുസ്തകം അത് നന്നായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകുമാർ PK മഹാരാജാസ് കോളേജിലെ പ്രൊഫസറുടെ വാട്സാപ്പിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള ചില വിവരങ്ങൾ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. മാഡത്തിന് ഈ പുസ്തകം എന്തായാലും ഞാൻ കൊടുക്കുകയാണ്. അത് പുസ്തകമല്ല, ഇതല്ലേ ഇതുപോലെ ആക്കിയിട്ടുള്ളൂ. പുസ്തകമൊക്കെയുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സാഹിതി എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ എഴുതിയിട്ടുള്ള ഈ പുസ്തകം ഇത് ആരെ കൊടുക്കുന്നത് അറിയില്ല. രണ്ടുപേരും വരുന്ന പറഞ്ഞപ്പോ തന്നെ വായിക്കണമെന്ന് ഒരാഗ്രഹം. ഇതാണ് ഇത് അങ്ങനെ പ്രിന്റ് ചെയ്തിട്ടൊന്നുമല്ല, കമ്പ്യൂട്ടറിൽ എടുത്താ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായന വഴിയും മറ്റു പല ഉപാധികളാണ് പഠിക്കുന്നത്. ഇതും ഒരു പാഠശാലയായി. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ തോന്നണം. ആചാര്യന്മാരിൽ നിന്ന് കാൽഭാഗം നമ്മൾ പഠിക്കുന്നുള്ളൂ, മാഷന്മാരിൽ നിന്ന്. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ. പിന്നെ ഉള്ളത് കുട്ടി വായനയിലൂടെ ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ട്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതമൊക്കെ പഠിക്കുന്നില്ലേ. അതൊക്കെ അതിൽ പുസ്തകങ്ങൾ വായിച്ച് കൂടുതൽ അറിവ് നേടാനുള്ള ഉപാധികളാണ് ഗേറ്റ് വേണ്ടത്. പാദം ശിഷ്യ സ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യോ. പിന്നെ കുറെ കാര്യങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും നാട്ടുവിശേഷങ്ങളൊക്കെ കൂട്ടുകാരിൽ നിന്നാണ് പഠിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നാണ് പഠിക്കാം. പാദം ശിഷ്യ സ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ അത്തു. ബാക്കിയുള്ള കാൽഭാഗം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. ഇത് വലിയൊരു ജീവിതാനുഭവമായി ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരോടും എൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാൻ വല്ലപ്പോഴും ഇതുപോലുള്ള ക്ലാസ്സിൽ ശ്രോതാവായിട്ട് വരാം. ഓക്കെ.